ഹായ്, ഇറ്റ്സ് മി ഷഫീഖ്. കഴിഞ്ഞ 2 വീഡിയോയിലായിട്ട് നമ്മൾ സ്വാഗത പ്രസംഗവും അധ്യക്ഷ പ്രസംഗവും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിനോട് അനുബന്ധിച്ച് വരുന്ന ഒരു പ്രസംഗമാണ് ഉദ്ഘാടന പ്രസംഗം. ഇപ്പോൾ സ്വാഗത പ്രസംഗമായാലും അധ്യക്ഷ പ്രസംഗമായാലും അതൊക്കെ നിർവഹിക്കുക സംഘടനക്കകത്തുള്ള ആരെങ്കിലൊക്കെ ആയിരിക്കും, പ്രസിഡൻറ്റോ ജനറൽ സെക്രട്ടറി ഒക്കെ ആയിരിക്കും. അതേസമയം ഇനാഗുറൽ സ്പീച്ച്, ഉദ്ഘാടന പ്രസംഗം, ഉദ്ഘാടനം നിർവഹിക്കുക എന്നത് സമൂഹത്തിൻ്റെ ഉന്നതിയിൽ നിൽക്കുന്ന ആരെങ്കിലൊക്കെ ആയിരിക്കും. അത് MLA ആവാം, MP ആവാം, മുനിസിപ്പൽ അധ്യക്ഷനാവാം, പഞ്ചായത്ത് പ്രസിഡൻ്റാവാം, മന്ത്രിമാരാവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും കവികളാവാം. അങ്ങനെ സമൂഹത്തിൻ്റെ ഉന്നതിയിൽ നിൽക്കുന്ന അതല്ലെങ്കിൽ ഒരു പ്രശസ്തി ആർജിച്ചിട്ടുള്ള ആരെങ്കിലൊക്കെ ആവാം. അപ്പോൾ സാധാരണക്കാർക്ക് അങ്ങനെ ഒരു ഉദ്ഘാടന പ്രസംഗം ഏറ്റെടുക്കേണ്ടി വരാറില്ല. കൂടുതലും സമൂഹത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളാണ് ഉദ്ഘാടന പ്രസംഗം ഏറ്റെടുക്കുക. അപ്പോൾ എന്തൊക്കെ ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട് ഉദ്ഘാടന പ്രസംഗത്തിൽ? അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ ഒരു പ്രോഗ്രാമിൻ്റെ കവാടം തുറക്കുന്ന ചടങ്ങ് എന്ന് പറയേണ്ടി വരും ഉദ്ഘാടനം. മാത്രമല്ല, ഉദ്ഘാടന പ്രസംഗകനെ എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കും. ഈ ഉദ്ഘാടകൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, സമൂഹത്തിൻ്റെ ഉന്നതിയിൽ നിൽക്കുന്ന പേരും പ്രശസ്തിയുള്ള ഒരാളായിരിക്കും ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നത് എന്നത് സസൂക്ഷ്മം എല്ലാവരും അത് കേൾക്കും എന്നുള്ളതാണ്. ചില പ്രോഗ്രാമുകളിലൊക്കെ ഉദ്ഘാടകൻ അദ്ദേഹത്തിൻ്റെ സമയപരിമിതി മൂലം ഒരുപാട് തിരക്കുള്ള ആളായിരിക്കാം. അതുകൊണ്ട് ചുരുക്കം വാക്കുകളിൽ സംസാരിച്ച് ഉദ്ഘാടനം നിർവഹിച്ച് പോകാറുണ്ട്. അതേസമയം ചില പ്രോഗ്രാമുകളിൽ കുറേ നേരം അതല്ലെങ്കിൽ സമയമെടുത്തുകൊണ്ടൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പോൾ സമയമെടുത്ത് സംസാരിക്കാൻ ഉദ്ഘാടകർക്ക് അവകാശമുണ്ട്. അപ്പോൾ അതൊക്കെ അധ്യക്ഷൻ നിർണയിച്ച് കൊടുക്കും. ഇത്ര സമയമാണ് നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സമയം, അതിൽ നിന്നുകൊണ്ട് നിങ്ങൾ സംസാരിക്കണം എന്നൊക്കെ പറയും. ഉദ്ഘാടനം സംബന്ധിച്ചിടത്തോളം ഉദ്ഘാടനം ചെയ്യലാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉദ്ഘാടകൻ ഉദ്ഘാടനം ചെയ്യൽ തന്നെയാണ്. അപ്പോൾ പല രൂപത്തിൽ ഉദ്ഘാടനം നിർവഹിക്കാറുണ്ട്. ഇപ്പോൾ മതപരമായിട്ടുള്ള ചടങ്ങൊക്കെ ആണെങ്കിൽ ഖുർആൻ, ഹദീസ്, വേദവാക്യങ്ങൾ അതുപയോഗിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഉദ്ഘാടനം നിർവഹിക്കുക. അതല്ലെങ്കിൽ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോട് കൂടിയിട്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കാം. അപ്പോൾ ഒരിക്കലും ഒരുപാട് കത്തിക്കേറി സംസാരിച്ചു കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ മറന്നു പോകരുത്. ഇപ്പോൾ ചില പ്രോഗ്രാമുകളിലൊക്കെ പ്രസംഗം തുടങ്ങുമ്പോൾ തന്നെ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കും പിന്നീട് സംസാരിക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഉദ്ഘാടകനെ സംബന്ധിച്ചിടത്തോളം അവിടെ നടക്കുന്ന ആ പ്രോഗ്രാമിൻ്റെ വിഷയസംബന്ധിയായിട്ട്, വിഷയവുമായി ബന്ധപ്പെട്ട് ആധികാരികമായിട്ട് സംസാരിക്കാനുള്ള അവകാശമുണ്ട്. മറ്റ് സംഘടനയെക്കുറിച്ചോ ഒക്കെ ചെറിയ രീതിയിലൊക്കെ പറയുമെങ്കിൽ വിഷയത്തെക്കുറിച്ചിട്ട് ആധികാരികമായിട്ട് സംസാരിക്കാം. ഇപ്പോൾ വായനാ ദിനവുമായി ബന്ധപ്പെട്ടാണ് ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ചടങ്ങ് നടക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പം അതിൽ വായനയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. എന്നിട്ട് അവസാനത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോട് കൂടിയിട്ട് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അപ്പം അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഒരു ഉദ്ഘാടന പ്രസംഗം എങ്ങനെ ആരംഭിക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഉദ്ഘാടന പ്രസംഗം ആരംഭിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ആവാം. ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, നമസ്കാരം എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. അതിനുശേഷം ഈ പരിപാടിയുടെ അധ്യക്ഷൻ, എന്ന വ്യക്തി, ഈ പരിപാടിയുടെ അല്ലെങ്കിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം പറഞ്ഞ വ്യക്തി, അവരൊക്കെ എടുത്തു പറയാം. വളരെ ചുരുക്കം കുറച്ച് പേരുണ്ട്. ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള മുഖ്യ പ്രഭാഷകൻ, അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ് വേദിയിലും സദസ്സിലും എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ഘാടന പ്രസംഗം ആരംഭിക്കാം. അങ്ങനെ എന്ത് ചെയ്യുക, മെല്ലെ വിഷയത്തിലേക്ക് കടക്കലാണ്.
ഒരുപാട് നീട്ടി വലിച്ച് പറയുന്നതിന് പകരം അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം. അപ്പോൾ ഈ വിഷയ സംബന്ധിയായിട്ട് ഈ ഉദ്ഘാടകർക്ക് കഥകളും കവിതകളും ആനുകാലിക സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് സംസാരിക്കാം. ഒരുപാട് പറയുന്നതിന് പകരം ഇപ്പോൾ വായനയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഇന്ന കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കാം. അല്ലെങ്കിൽ കവിതാ ശകലങ്ങൾ ഉപയോഗിക്കാം. അല്ലെങ്കിൽ വർത്തമാന സാഹചര്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും സംഭവവികാസങ്ങളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാം. അങ്ങനെ സംസാരിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോട് കൂടിയിട്ട് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റോ അരമണിക്കൂറൊക്കെ സംസാരിക്കാനുള്ള അവകാശമുണ്ട് ഉദ്ഘാടകർക്ക്. അപ്പോൾ അതൊക്കെ സമയത്തിൻ്റെ പരിമിതി മൂലം അതൊക്കെ ഓരോ പ്രോഗ്രാമിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണ്. അവിടുത്തെ അധ്യക്ഷനുമായിട്ടൊക്കെ അവരൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് ഉദ്ഘാടകൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം നടത്തുന്നത്. അപ്പോൾ ഒന്ന് ഗ്രീറ്റിങ്സ്, പിന്നെ ആരംഭം എന്ന് പറയുമ്പോൾ അധ്യക്ഷനും സ്വാഗത പ്രസംഗനും ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള മുഖ്യപ്രഭാഷകനെ ഒന്ന് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സഹോദരന്മാരെ എന്ന് പറഞ്ഞ് തുടങ്ങി. പിന്നെ അവിടെ നടക്കാൻ പോകുന്ന ആ വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോയിക്കൊണ്ട് അതിൻ്റെ കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഉദ്ഘാടനം ചെയ്യുക. മതപരമായിട്ടുള്ള ചടങ്ങൊക്കെ ആണെങ്കിൽ ഖുർആനോ ഹദീസോ വേദവാക്യങ്ങളോ അങ്ങനെയൊക്കെ ഉദ്ഘാടനം ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും കവിതാ ശകലങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ഘാടന പ്രസംഗമായി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി, നമസ്കാരം.